വാർത്തയിലേക്ക്. ശബരിമലയിൽ ഭക്തജന തിരക്ക് നിയന്ത്രണാതീതമായിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്ന കാഴ്ച വലിയ ക്യൂവിന്റേതാണ്. അതിനിടെ ദർശന സമയം നീട്ടിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയും വരുന്നു. 2 മണി വരെ ഇന്ന് ദർശന സമയം നീട്ടി. എന്നാൽ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ NDRF, RAF സേനകളെ നിയോഗിക്കുന്ന പതിവ് കേന്ദ്ര സർക്കാർ തെറ്റിച്ചിരിക്കുന്നു എന്ന വാർത്തയും വരുന്നു. തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചിട്ടും കേന്ദ്രസേനകളെ ഇതുവരെ ശബരിമലയിൽ നിയോഗിച്ചിട്ടില്ല. കേന്ദ്രസേനകളെ ഡ്യൂട്ടിക്കായി നിയോഗിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുൻപ് കേന്ദ്രത്തിന് കത്തയച്ചിരുന്നതാണ്. ദർശന സമയം നീട്ടിയെങ്കിലും ശബരിമല സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണ്. നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഭയാനകമായ തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഈ 1 മണിക്കാണ് സാധാരണ ഈ നട ഉച്ചയ്ക്ക് അടയ്ക്കുന്നത്. പക്ഷേ ഇപ്പോൾ 2 മണിയായി ദർശന സമയം നീട്ടിയിട്ടുണ്ട്. പക്ഷേ 1 മണിക്കൂർ ദർശന സമയം നീട്ടിയെങ്കിൽ പോലും ഈ സന്നിധാനത്ത് മാത്രം കാത്തുകിടക്കുന്ന ഭക്തർക്ക് ദർശനം നൽകാൻ കഴിയില്ല. കാരണം 14, 15, 20 മണിക്കൂർ വരെ ക്യൂ നിൽക്കുന്ന തീർത്ഥാടകർ ഉണ്ട്. മരക്കൂട്ടത്തിൽ ഉൾപ്പെടെ ഇപ്പോഴും അനങ്ങാൻ കഴിയാത്ത രീതിയിൽ ഭക്ഷണവും കുടിവെള്ളവും ഇല്ലാതെ തീർത്ഥാടകർ വലിയ ദുരിതത്തിലാണ്. ഈ നിലവിൽ സന്നിധാനത്ത് ഉള്ള തീർത്ഥാടകരെ പരമാവധി ദർശനം നടത്തി മടക്കി അയക്കാനുള്ള ശ്രമങ്ങളാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ അപ്പോഴും ആയിരക്കണക്കിന്, 10,000-കണക്കിന് തീർത്ഥാടകരാണ് സന്നിധാനത്ത് മാത്രം ദർശനത്തിനായി കാത്ത് നിൽക്കുന്നത്. നമുക്ക് 18-ാം പടിക്ക് തൊട്ട് മുന്നിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ തീർത്ഥാടന തിരക്കാണ് 18-ാം പടിക്ക് അടുത്തും ഒപ്പം ഈ സന്നിധാനത്ത് പല ഭാഗങ്ങളിലും ഉള്ളത്. പലയിടങ്ങൾ വഴി തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഒരു പരിധി കഴിയുമ്പോൾ ആ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് പല വഴികളിലൂടെ സന്നിധാനത്തേക്കും 18-ാം പടിയിലേക്കും എത്താനുള്ള ശ്രമങ്ങളാണ് ഈ തീർത്ഥാടകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. രാവിലെ മുതൽ തന്നെ പോലീസ് നിയന്ത്രിക്കാനുണ്ടെങ്കിൽ കൂടിയും പരിമിതമായ പോലീസുകാരാണ് ഇവിടെ ഉള്ളത്. അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കണമെന്നുള്ള ആവശ്യം വരുന്നു. ഒപ്പം അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ കാലത്തും ഈ കേന്ദ്ര സേനകളുടെ ഒരു സഹായം ശബരിമലയിൽ ഉണ്ടായിരുന്നു. NDRFന്റെയും ഒപ്പം മറ്റ് കേന്ദ്ര സേനകളുടെയും സഹായം ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഇതുവരെ ശബരിമല സന്നിധാനത്ത് എത്തിയിട്ടില്ല. മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ മണ്ഡലകാലത്തേക്ക് കേന്ദ്ര സേനകളെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കത്ത് നൽകിയിരുന്നു. പക്ഷേ ആ കത്ത് നൽകിയിട്ടും ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത്.